വാർത്തയിലേക്കാണ്. ഇനി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. NIAക്ക് കേസ് കൈമാറിയാൽ കേസ് കൂടുതൽ സങ്കീർണമാകുമെന്നാണ് നിയമോപദേശം. അതിനു മുൻപ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ് അഭിഭാഷകർ. അതേസമയം അറസ്റ്റിനെ ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. പോലീസ് അവരുടെ ജോലി ചെയ്യുക മാത്രമായിരുന്നു എന്നാണ് വിഷ്ണുദേവ് സായിയുടെ ഇപ്പോഴത്തെ നിലപാട്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് പങ്കില്ലെന്ന വിചിത്രവാദവും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇന്ന് രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിൽ ഇന്ന് രാവിലെ ദുർഗ് ജയിലിലെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ഭാഗൽ താൻ എത്തിയത് കന്യാസ്ത്രീകളെ കാണാനല്ല എന്നാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ഏഴാം ദിവസവും സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ തുടരുകയാണ്. BJP സംസ്ഥാന നേതൃത്വം അറസ്റ്റും തടവും അന്യായമെന്ന നിലപാടിൽ തുടരുമ്പോഴും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ്. പോലീസ് അവരുടെ ജോലി ചെയ്യുന്നുവെന്ന് നിലപാട്. पुलिस अपना काम कर रही है और कल कांग्रेस का एक डेलीगेशन आया हुआ था. उसमें माने सांसदगण, विधायकगण और संगठन के लोग भी थे. उनसे हमारी मुलाकात हुई. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും അടക്കം ചുമത്തിയതിനാൽ ജാമ്യഹർജി പരിഗണിക്കാനുള്ള അധികാരം സെഷൻസ് കോടതിക്കില്ല എന്നാണ് ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ മാറ്റിവെച്ചുകൊണ്ട് ദുർഗ് സെഷൻസ് കോടതി മജിസ്ട്രേറ്റ് പറഞ്ഞത്. NIA കോടതിയിലേക്ക് കേസ് മാറ്റണമെന്ന് പരാതിക്കാരായ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുകയും ചെയ്തു. NIA കോടതിയിലേക്ക് കേസ് മാറ്റുകയും നിയമ നടപടികൾ സങ്കീർണമാവുകയും ചെയ്യും മുമ്പ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷകരുടെ തീരുമാനം. കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് സംസ്ഥാന BJP നേതൃത്വം ഉറപ്പു പറഞ്ഞിരുന്നുവെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്നും അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അപകടകാരികളെന്നുമാണ് പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിൽ എഴുതി നൽകിയത്. ക്രിസ്മസ് കാലത്ത് കേക്കുമായി പള്ളിമേടകളും ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിക്കുന്ന BJPയെ വിശ്വാസമില്ലെന്ന് ACBC നേതൃത്വവും വിവിധ സഭാ ബിഷപ്പുമാരും അതൃപ്തി പരസ്യമാക്കി ആഞ്ഞടിക്കുകയും ചെയ്തു. ഇതോടെ വെട്ടിലായ സംസ്ഥാന BJP നേതൃത്വം മുഖം രക്ഷിക്കാൻ നടപടി തുടങ്ങി. സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തും. അറസ്റ്റിൽ വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്നെത്തി. അറസ്റ്റിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് പങ്കില്ല. അറസ്റ്റ് ചെയ്തത് റെയിൽവേ പോലീസാണ്. ജാമ്യാപേക്ഷ തള്ളിയത് നടപടിക്രമം പാലിക്കാതെ നൽകിയതുകൊണ്ടാണ്. പ്രശ്നപരിഹാരത്തിന് ആത്മാർത്ഥമായി ഇടപെട്ടത് BJP മാത്രം. BJP അല്ല പിടിച്ചു പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT-യാണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇന്ന് രാവിലെ 12 മണിയോടെ ദുർഗ് ജയിലിലെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേലിന്റെ പ്രതികരണവും വിചിത്രമായിരുന്നു. താൻ കന്യാസ്ത്രീകളെ കാണാനല്ല എത്തിയത്, ജയിലിലുള്ള പ്രവർത്തകരെ കാണാനാണ്. ക്രിസ്ത്യാനികളെ കേരളത്തിൽ പ്രീണിപ്പിക്കുന്ന BJP ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കുന്നുവെന്നും പ്രതികരണം. उसमें केवल इन्हीं के स्क्रीनशॉट लिया गया जो इनके अपोजिट में जो हमारे नेताओं को खिलाफ जो टिप्पणी की उसको उन्होंने जब्त नहीं किया. अब चूंकि न्यायालय में मामला है, बहुत ज़्यादा कुछ कहूँगा नहीं, लेकिन राज्य पुलिस है पिक एंड चूज की राजनीति कर रही है जो कि गलत है. यदि राष्ट्रीय नेताओं के गाली गलौज पर कांग्रेस के नेताओं की गिरफ्तारी होती है तो भारतीय जनता पार्टी के नेताओं की भी गिरफ्तारी होनी चाहिए. BJP അജണ്ടയിൽ കത്തോലിക്ക സഭാ മെത്രാന്മാരും അച്ഛന്മാരും വീണുപോയെന്ന് സിറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. സംഘപരിവാർ പ്രത്യയശാസ്ത്രം എന്തെന്ന് ആരും ഓർത്തില്ല. രാജ്യത്ത് മുസ്ലിം വിരോധം പടർത്തുന്നതിൽ മെത്രാന്മാർക്കും പങ്കെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇവിടെ ശക്തമായ മുസ്ലിം വിരോധം പടർത്തുന്നതും ആരാണ്? അതിനകത്ത് മെത്രാന്മാർ പോലും ഉണ്ട്. ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ചണ്ടയുണ്ടാക്കിയാലേ BJPക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വ്യക്തമായി അവർ കൃത്യമായി മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായി അത് പ്രൊപ്പഗാൻഡയിലൂടെ നടത്തുകയാണ്. ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്രാന്മാരടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാർ പോലും. തടവിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ സന്യസ്ത സഭയായ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് പ്രതിനിധികൾ ഇന്ന് ഛത്തീസ്ഗഡിലെത്തും. കന്യാസ്ത്രീകളുടെ മോചനത്തിനായി UDF MPമാർ വൈകിട്ട് 4 മണിക്ക് അമിത്ഷായെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.